അനുഗ്രഹത്തെ ശൈത്താൻ തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ ആമേൻ, അവന്റെ തന്ത്രങ്ങളെ ശാസിച്ചമർത്തുക. സമം നീ നിന്റെ കുടുംബാംഗങ്ങളോട് ക്ഷമിച്ച്, നിന്റെ സുഹൃത്തുക്കളോട് ക്ഷമിച്ച്, നിന്റെ മേലുദ്യോഗസ്ഥരോടോ കീഴുദ്യോഗസ്ഥരോടോ നിന്റെ സുഹൃത്തുക്കളോടോ നിന്റെ ദേശത്തിലുള്ളവരോടോ സഹകരിക്കുന്ന വ്യക്തികളോടോ ഒന്ന് ക്ഷമിച്ചിട്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിനക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവിടെ ഞാൻ വരണമെങ്കിൽ ആ 2 or 3 പേർ ഒരുമിച്ച് വരണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലേക്ക് അനൈക്യതകൾ കടന്നു വന്നിട്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകൾ മാത്രം ഒതുങ്ങിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു. ആ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ രൂപപ്പെടട്ടെ. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്നവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ദെക്കപ്പൊലി എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളെ ഒരുമിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ദെക്കപ്പൊലി. ആകയാൽ ദെക്കപ്പൊലി നാട്ടിൽ എല്ലായിടത്തും അവൻ ചെന്ന് യേശുവിനെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ യേശുവിൻ്റെ സാക്ഷിയായി അവൻ നിന്നു. അവൻ്റെ പ്രാർത്ഥന ഫലിച്ചില്ല. അവൻ ചോദിച്ചത് പ്രാർത്ഥന ദെക്കപ്പൊലി നാട്ടിൽ എനിക്കൊരു സുവിശേഷകനാകണം എന്നുള്ള പ്രാർത്ഥനയല്ല അവൻ അപേക്ഷിച്ചത്. അവൻ അപേക്ഷിച്ചത് കർത്താവേ ഞാനും കൂടെ വരട്ടോ എന്ന് ചോദിച്ചു. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാനും കൂടെ പോരട്ടെ. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശുവിനോട് അപേക്ഷിച്ച ഒരപേക്ഷയാണ് കർത്താവ് കീറിക്കളഞ്ഞു. ആ പ്രാർത്ഥന ഞാൻ കേൾക്കൂല. നീ എൻ്റെ കൂടെ വരണ്ട. അവൻ മാന്യമായിട്ടാണ് അപേക്ഷിച്ചത്. അവൻ ഭക്തിയോടെയാണ് അപേക്ഷിച്ചത്. അവൻ വിശ്വാസത്തോടെയാണ് അപേക്ഷിച്ചത്. ഞാനും കൂടെ വരട്ടെ. വേണ്ട. എവിടെയൊക്കെയോ ആരൊക്കെയോ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പലതും ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞില്ല. എല്ലാ ഇടങ്ങളിലും കർത്താവ് മാക്സിമം ദൈവം ചെയ്തു. പക്ഷെ ചില ഇടങ്ങളിൽ ഇതുപോലെ റിജക്റ്റ് ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ യേശു ചെയ്ത വലിയ 2-3 അത്ഭുതങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മനുഷ്യനെ കൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞ 3 അത്ഭുതങ്ങളായിരുന്നു മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്തത്. ഒന്നാമത്തെ അത്ഭുതം നമ്മൾ ഈ വായിച്ചതുമായി ബന്ധപ്പെട്ട് 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭൂതഗ്രസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ യേശു പൂർണ്ണമായി സ്വതന്ത്രമാക്കി. 5-ാം അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ആരെ കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, ആരെ കൊണ്ട് അടക്കുവാനായിട്ട് കഴിയാത്ത, ആരെ കൊണ്ടും അമർത്തുവാനായിട്ട് കഴിയാത്ത, ആരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഭൂതം ബാധിച്ച ഒരു സഹോദരനെ യേശു ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട് തന്നെ അവനെ സ്വതന്ത്രമാക്കി. അവൻ്റെ അപേക്ഷ കേട്ടോ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തോ, അവനെ സ്വതന്ത്രമാക്കി. ഇന്ന് പകൽ സമയത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ആരെ കൊണ്ടും ശരിയാക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയമായിട്ട് അല്ല, ചില വിഷയങ്ങളുമായിട്ട് ചിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മുഖം ഒന്നും കണ്ടുകൂടാ എങ്കിൽ, വ്യക്തമല്ല എങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയണ, ആരെ കൊണ്ട് ശരിയാക്കാൻ
കഴിയപ്പെടാത്ത ചില വിഷയങ്ങളുമായിട്ട് ഒരമ്മ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു സബ്ജക്റ്റിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു അങ്കിൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സബ്ജക്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മ പറയുന്നു ആരെ കൊണ്ടും ശരിയാക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, യെസ്, പോലീസിനെ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്തത്, സ്തോത്രം, നാട്ടുകാരെ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്തത്, ബന്ധുക്കളെ കൊണ്ട്, മിത്രാദികളെ കൊണ്ട് ശരിയാക്കാൻ കഴിയാപ്പെടാത്തത്, കുടുംബ അംഗങ്ങളെ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്തത്, ഡി അഡിക്ഷൻ സെന്ററിനെ കൊണ്ട് ശരിയാക്കുവാനായിട്ട് കഴിയാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ യേശു കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ആർക്കും നിയന്ത്രിക്കുവാൻ, അടക്കുവാൻ കഴിയാത്ത ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ ഒരു യേശുവാണ് നമ്മുടെ യേശു. ഒന്ന് കൈയടിച്ചാട്ടെ, വിശ്വസിക്ക്. ആ യേശുവാണ് ഞങ്ങളുടെ യേശു. ആ യേശുവാണ് ഞങ്ങളുടെ യേശു. ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തതിനെ, ആർക്കും അടക്കുവാൻ കഴിയാത്തതിനെ അടക്കുവാൻ കഴിയുന്ന ഒരു യേശുവാണ് ഞങ്ങളുടെ യേശു. രണ്ടാമത്തെ അത്ഭുതം ബൈബിൾ എഴുതിയിരിക്കുന്നത് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്ന ഒരു സ്ത്രീ. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്നിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 5-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ. ഒന്ന്, ആർക്കും അടക്കുവാൻ കഴിയാത്ത ഒരു യൗവനക്കാരനെ കർത്താവ് അടക്കി. ആരെ കൊണ്ടും കഴിയാത്ത വിഷയത്തെ യേശു സോൾവ് ചെയ്തു. 2, പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ചിട്ട് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാത്ത ഒരു സ്ത്രീ. വൈദ്യന്മാരെ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്ത ഒരു വിഷയം. 2. മറ്റത് പോലീസ് ഇടപെട്ടു, നാട്ടുകാരിടപെട്ടു, ബന്ധുക്കൾ ഇടപെട്ടു, എല്ലാവരും തോറ്റു തുന്നമ്പാടി. 2-ാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊന്നും ഇടപെടേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. അവിടെ അടിയും പിടിയും ബഹളമൊന്നുമില്ല. പക്ഷേ വൈദ്യന്മാർ മാക്സിമം നോക്കി. ആയുർവേദം മാക്സിമം പരീക്ഷിച്ചു നോക്കി, ഹോമിയോപ്പതി മാക്സിമം പരീക്ഷിച്ചു നോക്കി, അലോപ്പതി അതിനേക്കാളും ഉപരിയായിട്ട് മാക്സിമം നോക്കി. പക്ഷേ ഒരു വിധത്തിലേക്കും ഒരു രീതിയിലും ആ വൈദ്യന്മാർക്ക്, ഡോക്ടേഴ്സിന് ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്നെല്ലാം വിറ്റു, ഗോൾഡ് എല്ലാം പണയത്തിലായി, ആ വസ്തുക്കളെല്ലാം പല ബാങ്കുകളിലായിട്ട് പ്ലഡ് ചെയ്തു. പക്ഷെ ഒരിടത്ത് പോലും അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. ഒരു ഡോക്ടറെ കൊണ്ടും അവൾക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ യേശു കർത്താവ് അപ്രദേശത്തിൽ അന്നത്തെ വലിയ പ്രസംഗകനായിരുന്നു. ക്രിസ്തു അന്നത്തെ കാലഘട്ടത്തിൽ രോഗശാന്തി ശുശ്രൂഷകനായിരുന്നു. കർത്താവ് ജനത്തിൻ്റെ ഇടയിൽ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ കർത്താവ് വരുന്നു, രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് രോഗശാന്തിയൊക്കെ നടക്കുന്നു എന്ന് പലരും പറഞ്ഞ് അറിഞ്ഞപ്പോൾ അവൾക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. യഹൂദ നിയമമനുസരിച്ച് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നോളണം, വേറെ ആരെയും പോയി തൊടാനൊന്നും സമ്മതി പാടില്ല. ആൾക്കാർ 10 പേര് കൂടുന്നിടത്തൊന്നും ചെന്ന്, അത് ആ കാലഘട്ടത്തിൽ ഇതായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനമായിരുന്നു, ഒരു ആചാരം എന്ന് ഞാൻ പറയാം. അങ്ങനെ ഇരുന്നു. പക്ഷെ പറഞ്ഞു എനിക്ക് ജീവിക്കണം, ഞാൻ ഇവിടെ കിടന്നാലും മരിക്കും. അവിടെ ചെല്ലുന്ന സമയത്ത് അവന്മാരെല്ലാം കൂടെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. ഞാൻ ഈ പുറത്തിറങ്ങി, ഞാൻ ഈ ബ്ലീഡിങ് രോഗിയാൽ ഇരിക്കുന്ന ആൾ, എന്നാലും കുഴപ്പമില്ല, എവിടെ കിടന്നാലും മരിക്കണം. ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ തന്നെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് പോയാൽ രക്ഷപ്പെട്ടാലോ. അവൾ ഇറങ്ങി തിരിച്ചു. കയ്യിൽ കാശില്ല, കാണിക്കയിടാൻ പോലും, സ്തോത്ര കാഴ്ച ഇടാൻ പോലും ഒന്നുമില്ലാണ്ടിരിക്കുന്നു. തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. വാ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോവാ എന്ന് പറയാൻ പോലും ആരുമില്ലാത്തടത്ത് ജീവിക്കാനുള്ള കൊതി കൊണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുടുംബം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു, എല്ലാം പോയി. എല്ലും തോലുമായിരിക്കുന്ന ഒരു സ്ത്രീ, 10 കാശിന് വകയില്ലാണ്ടിരിക്കുന്ന സ്ത്രീ, അതെ യേശുവിൻ്റെ അടുക്കലേക്ക് പോയി. അടുക്കുന്ന സമയത്തിലേക്ക് ക്രിസ്തുവിനെ ഞാനായിട്ട് തൊട്ട് അശുദ്ധനാക്കുന്നില്ല, എങ്കിലും വസ്ത്രത്തിലെങ്കിലും തൊടാം, കർണടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. തൊട്ട് കഴിഞ്ഞ് ശക്തി വ്യാപരിക്കുമെന്നാണ് പറയുന്നത്. അവൾ ഓടിച്ചെന്ന് ആഗ്രഹത്തോടെ ചെന്നൊന്ന് തൊട്ട സമയത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന്, ആ തൊങ്ങൽ നിന്ന് ദൈവശക്തി വ്യാപരിച്ചു. ആർക്കും, ഒരു വൈദ്യന്മാർക്കും സൗഖ്യമാക്കുവാൻ കഴിയപ്പെടാത്ത
കഴിയപ്പെടാണ്ടിരുന്ന, ഒരു വൈദ്യശാസ്ത്രത്തിനും സുഖപ്പെടുത്തുവാൻ കഴിയപ്പെടാണ്ടിരുന്ന ഈ സ്ത്രീയുടെ വിഷയത്തിന്റെ മേൽ ഒരു സെക്കൻഡ് കൊണ്ട് യേശു രോഗശാന്തി കൊടുത്തു. അതാണ് 5-ാം അധ്യായത്തിലെ യേശു കർത്താവിന്റെ പ്രത്യേകത. ഇന്ന് പകൽ സമയത്തിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന ചില വ്യക്തികളുടെ മധ്യത്തിലേക്ക് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മെഡിക്കൽ സയൻസിനും നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ യേശു കർത്താവിന് ഒരു നിമിഷം കൊണ്ട് ഒരു അത്ഭുതത്തെ ചെയ്യുവാനായിട്ട് കഴിയും. നിന്റെ ശരീരത്തിന്റെ മേലുള്ള രോഗത്തെ, നിന്റെ ശരീരത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്ന രോഗശക്തികളെ പൂർണ്ണമായി മാറ്റുവാൻ യേശുവിന് ഒരു സെക്കൻഡ് മതി. ഈ പ്രഭാത സമയത്ത്, ഈ പകൽ സമയത്തിൽ ഒന്ന് വിശ്വസിക്കുവാൻ കഴിയപ്പെടുമെങ്കിൽ യേശുവിൽ നിന്ന് ശക്തി വ്യാപരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ആർക്കും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. മർക്കോസ് വിശേഷം 5-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വീണ്ടും ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മരിച്ചു. യായിറോസ് എന്ന പള്ളിപ്രമാണി, അവൻ്റെ കുഞ്ഞിന് രോഗം ബാധിച്ചു മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു വന്നു. യേശുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതാ പോയി അവിടെ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് അടുത്ത ഫോൺ കോൾ വന്നു, കുഞ്ഞ് മരിച്ചുപോയി, ഇനി പോണ്ട. അവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഒരു തിരിച്ചുവരവില്ല, ഈ കുഞ്ഞിന് ജീവിക്കത്തില്ല, ഈ പൈതലിന് തിരിച്ചു വരത്തേയില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് നിന്നിട്ട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കുഞ്ഞ് മരിച്ചിട്ടില്ല, കുഞ്ഞ് ഉറങ്ങുകയാണ്. ഇന്ന് മർക്കോസ് 5 വിളിച്ചു പറയുന്നു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചുപോയ വിഷയങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇനി ഒരിക്കലും എനിക്കൊരു തിരിച്ചുവരവില്ല, ഇനി ഒരിക്കലും ഒരു മാനസാന്തരമില്ല, ഇനി ഒരിക്കലും ഒരു നന്മ ഉണ്ടാകത്തില്ല, ഒരിക്കലും പഴയ പേരും പ്രശസ്തിയും എനിക്ക് ഉണ്ടാകത്തില്ല, പഴയ ബിസിനസിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തേയില്ല, പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല, പഴയ ജീവിത രീതിയിലേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോയി, ഞാൻ മരിച്ചതിന് തുല്യമായിരിക്കുകയാ, എൻ്റെ മനസ്സ് മരിച്ചു, എൻ്റെ കുടുംബം മരിച്ചു, എൻ്റെ കുടുംബം ഛന്നാഭിന്നമായി, ഇനി ഞങ്ങൾക്കൊരു തിരിച്ചുവരവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ യേശു കർത്താവിന് ആമേൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മധ്യത്തിൽ, ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ മധ്യത്തിൽ യേശുവിന് ചിലത് ചെയ്യുവാനായിട്ട് കഴിയും. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, ഞങ്ങൾക്കൊരു മടങ്ങിവരവുണ്ട്, ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഞങ്ങളുടെ നഷ്ടങ്ങൾ ലാഭമായി തീരുന്ന നാളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാ, ഞങ്ങളുടെ പരാജയങ്ങൾ വിജയമാകാൻ പോകുന്ന അനുഭവം അടുത്തുകൊണ്ടുവരിക്കുന്നു. യേശുവിന് ഒരിക്കലും ഒരു ഡോക്ടറിനും ചെയ്യാൻ കഴിയാത്തത്, ഒരു മന്ത്രിക്കോ ഒരു MLAക്കോ ഒരു നാട്ടുകാർക്കോ ഒരു വീട്ടുകാർക്കോ ചെയ്യാൻ കഴിയാത്ത ഒരു പിഞ്ചു ബാലികയെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് യേശു എഴുന്നേൽപ്പിച്ചു. അതാണ് കർത്താവിൻ്റെ മറ്റൊരു അത്ഭുതം. 3 അത്ഭുതങ്ങളെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ഈ 5-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങളും ഒന്നിനും മീതെ വ്യത്യസ്തത നമുക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വീണ്ടും ഞാൻ തിരിച്ച് ആദ്യം നമ്മൾ കുറിവാക്യമായി എടുത്ത ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഗദരദേശത്ത് ഭൂതം ബാധിച്ച ഒരു സഹോദരൻ്റെ വിടുതലിനെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് പിന്നെയും ധ്യാനിക്കുവാൻ പോകുന്ന സമയമാണ്. പ്രാർത്ഥനയാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ്റെ മേലുള്ള അത്ഭുതം നടന്ന സമയത്തിൽ ചില പ്രാർത്ഥനകൾ അവിടേക്ക് കടന്നു വന്നു. മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും കണ്ണോടിക്കുന്ന സമയത്തിൽ അവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏകദേശം 5 പ്രാർത്ഥനകൾ അവിടെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 5 പ്രാർത്ഥനകൾ മീൻസ്
ആ ഒരു രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി, ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ട് 5 പ്രാർത്ഥനകൾ. അതിലൊരു പ്രാർത്ഥന ഫലിച്ച് ഒരു പ്രാർത്ഥന ഫലിച്ചില്ല എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേട്ടു. പക്ഷെ 5 പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഒരിക്കൽ കൂടി മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പഠിപ്പിക്കുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 1-ാമത്തെ പ്രാർത്ഥന ഭൂതത്തിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. 1-ാമത്തെ പ്രാർത്ഥന നമ്മൾ വായിച്ചത് ആരുടെ പ്രാർത്ഥന? ഭൂതത്തിൻ്റെ പ്രാർത്ഥന. ഒരിക്കൽ കൂടെ, ഭൂതത്തിൻ്റെ പ്രാർത്ഥന. ഭൂതവും പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കും. പിശാച് പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കും. അപ്പോൾ പിശാച് യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിശാചിന് യേശുവിനെ പേടിയാണ്. നിങ്ങൾക്ക് പിശാചിനെ പേടിയാണ്, പക്ഷെ നിങ്ങളുടെ ദൈവത്തെ ഉണ്ടല്ലോ പിശാചിന് ഭയങ്കര പേടിയാണ്. പുള്ളിക്കാരൻ അപേക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നെ ദണ്ഡിപ്പിക്കരുതേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ. ആമേൻ. ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തി ഇറങ്ങുമ്പോൾ പിശാചുക്കളെ ദണ്ഡിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിശാചിന് ദണ്ഡനം ഏൽപ്പിക്കപ്പെടുക. ആമേൻ. പിശാചുക്കളെ തകർക്കുന്ന ദൈവശക്തി ഇറങ്ങുമ്പോൾ ബന്ധന ശക്തികൾ അഴിയപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഭൂതം അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ ഇന്നിട്ട് ചൂടുവെള്ളത്തിൽ മുക്കരുത്, ഞങ്ങളെ എന്നിട്ട് തീക്കാത്തിട്ട് അവൻ ദണ്ഡിപ്പിക്കരുത്, ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുകരണം, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വിടണം, ഇന്ന് ദണ്ഡിപ്പിക്കാൻ. അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ എഴുതിയിരിക്കുന്നു. ഉറക്ക നിലവിളിച്ച് യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താണ്? ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. സൂപ്പർ പ്രാർത്ഥന. അപേക്ഷിക്കുന്നു, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ ഈശോയെ, ഈശോയെ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ, യേശുവേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. അപ്പോൾ നല്ല വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ശൈത്താൻ ബാധിച്ച ഈ വ്യക്തി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന ദൈവം കേട്ടോ എന്ന് ചോദിച്ചാൽ ദൈവം പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ അങ്ങനെ ദണ്ഡിപ്പിച്ചതായിട്ടോ അവിടെ 1 മണിക്കൂറിട്ട് ഉപദ്രവിച്ചതായിട്ടോ ഒന്നുമില്ല. കാരണം അതിനും അറിയാം, കർത്താവ് വന്നുവെങ്കിൽ എനിക്കിന്ന് പണി കിട്ടും, എനിക്കിന്ന് പ്രശ്നമാണ്. അത് മനസ്സിലാക്കി ആദ്യമേ അത് കയറി അങ്ങ് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു, വലിയ കുഴപ്പമില്ലാണ്ട് വിട്ടു. അപ്പോൾ ആ പ്രാർത്ഥന കേട്ട പ്രാർത്ഥന 5 പ്രാർത്ഥനകളിൽ 1-ാമത്തെ പ്രാർത്ഥന. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സമയത്തിൽ വീണ്ടും ആ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണാം. ഭൂതം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കാം. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ആരപേക്ഷിച്ചു? 6000 ഭൂതങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആദ്യത്തെ പ്രാർത്ഥന, ഞങ്ങൾ അടിക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കർത്താവ് കേട്ടു. 2-ാമത്തെ പ്രാർത്ഥന, സ്തോത്രം, ആ 2-ാമത്തെ അപേക്ഷ എന്താ? ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അപേക്ഷിച്ചു. പന്നികളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരനുവാദം തരണം. നിങ്ങളെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, ഇന്ന കോളേജിൽ എൻ്റെ കുട്ടിക്ക് ദൈവമേ കൊടുക്കണം, അത് കിട്ടിയേ പറ്റൂ. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കില്ല, ഇന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. കർത്താവെ തരണേ, കർത്താവെ തരണേ, തരണേ, തരണേ. കർത്താവെ ഞങ്ങൾ വിദേശത്തൊക്കെ അങ്ങോട്ട് അയക്കണമേ, ഞങ്ങളെങ്ങോട്ട് പുറം രാജ്യത്തിലെ UK അങ്ങോട്ട് അയക്കണമേ, കാനഡയിലേക്ക് അയക്കണമേ, കർത്താവേ ഞങ്ങൾ അയക്കണമേ. അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങോട്ട് പറഞ്ഞു വിടണമേ, ഞങ്ങളെന്ന് പറഞ്ഞു, ഞങ്ങളെ അങ്ങോട്ട് അയക്കണമേ, ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ 6000 ഭൂതങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങളെ പന്നികളിൽ കടക്കാൻ അനുവാദം തരണം. നിങ്ങൾ UK പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും പോലെ അത് പ്രാർത്ഥിച്ചത്, ആ പന്നിക്കൂട്ടത്തിൽ കയറാൻ ഞങ്ങളെ അനുവദിക്കണം. കർത്താവേ പന്നികളിൽ കയറാൻ അനുവദിക്കണം, പന്നികളിൽ കയറാൻ അനുവദിക്കണം, പന്നികളിൽ കയറാൻ അനുവദിക്കണം, പന്നികളിൽ കയറാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. യേശു ആ പ്രാർത്ഥന കേട്ടോ? കേട്ടു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പന്നികൾ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഈ ശൈത്താൻ പ്രാർത്ഥിച്ചു. യേശു ആ പ്രാർത്ഥന കേട്ടു. 6000 ഭൂതങ്ങൾ 2000 പന്നികളിൽ. അപ്പോൾ ഒരു പന്നിയിൽ എത്ര എണ്ണം? 36. ഒരു പന്നിയിൽ എത്ര? 3 ഭൂതം. ശരിയെന്നെ, കണക്ക് ശരിയെന്നെ, തെറ്റിപ്പോയോ? 3 ഭൂതം. ഒരു പന്നിയിൽ 3 ഭൂതം. ഓരോ പന്നിയിലും 3 ഭൂതം. ഹല്ലേലൂയ. ഒരു പന്നിയിൽ 3 ഭൂതം കയറി. കർത്താവ് പ്രാർത്ഥന ഒരു തടസ്സവും ഇല്ലാതെ സമ്മതിച്ചു. അപ്പം രണ്ടാമത്തെ പ്രാർത്ഥന കേട്ടോ. ഒന്നാമത്തെ പ്രാർത്ഥന കേട്ട് ദണ്ഡിപ്പിക്കരുത്, കർത്താവ് അത് അംഗീകരിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന പന്നികൾ കയറാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ദൈവം ആ പ്രാർത്ഥനയും കേട്ടു. അപ്പം നമ്മുടെ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഭൂതത്തിൻ്റെ പ്രാർത്ഥന വരെ കേട്ടുവെങ്കിൽ തൻ്റെ മക്കളുടെ പ്രാർത്ഥന എത്രത്തോളം കേൾക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു കൊള്ളണം. ഒരു സാത്താൻ ചെന്ന് മാന്യമായിട്ട് അപേക്ഷിച്ചപ്പോൾ ആ പ്രാർത്ഥന വരെ കർത്താവ് കേട്ടിട്ട് മര്യാദയ്ക്കാണെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് അതിനെ വിട്ടുവെങ്കിൽ തൻ്റെ ഭക്തന്മാർ, തൻ്റെ മക്കള് തൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരുമെന്നുള്ളതിന് സംശയമില്ല, ഉത്തരം തരുമെന്നുള്ളതിന് സംശയമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി സൈത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകത്തിലെ കർത്താവിന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളും ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഈ പിശാചുക്കളാണ് നമ്മുടെ ശത്രു, ദൈവത്തിൻ്റെ ശത്രു. ശത്രുവിൻ്റെ പ്രാർത്ഥന വരെ ദൈവം അംഗീകരിച്ചു, മാനിച്ചു. ഇനി മറ്റൊരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ, നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അടുത്ത പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുത്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുത്. സൈത്താൻ ദണ്ഡിപ്പിക്കരുതെന്ന് പറഞ്ഞു, പന്നികൾ കയറാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രാർത്ഥന വേറെയൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ തന്നെ താമസിക്കണം, അങ്ങ് യുകയിലൊന്നും പോകണ്ട, ഞങ്ങൾക്ക് അങ്ങ് ഡൽഹിയിലും ബോംബെയിലൊന്നും ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഈ കൊച്ചു ഗ്രാമത്തിൽ മാത്രം നിന്നാൽ മതി. കർത്താവേ മനസ്സലിയണമേ, ഞങ്ങളെ ഏരിയെന്ന് പറഞ്ഞു വിടരുതേ, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇവനിൽ നിന്ന് മാറിക്കോളാം, ഇവൻ്റെ ശരീരം വിട്ട് മാറാം, ഇവൻ്റെ കുടുംബം വിട്ട് മാറാം, പക്ഷെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കാൻ അനുവാദം തരണം. ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുത്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുതെന്ന് അപേക്ഷിച്ചു. അപേക്ഷ എന്നുള്ള വാക്കിനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപേക്ഷയെല്ലാം പ്രാർത്ഥനകളാണ്. ദൈവത്തോടുള്ള അപേക്ഷകൾ സകലവും പ്രാർത്ഥനയാണ്. മനുഷ്യനോടാണെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമെന്ന് പറയാം. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്ന സകല അപേക്ഷകളും പ്രയറാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ സൈത്താനി ശക്തികൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച മറ്റൊരു അപേക്ഷ, ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ താമസിക്കണം, ഞങ്ങൾക്ക് ഈ ദേശത്തിൽ താമസിക്കണം, അതിനുള്ള അനുവാദം നൽകണം എന്നുള്ളതിനെക്കുറിച്ച് അപേക്ഷിച്ചു. കർത്താവ് ആ പ്രാർത്ഥനകളും കേട്ടു. നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞാൻ ഓടിക്കുന്നൊന്നുമില്ല, സ്തോത്ര, ഇവിടെ തന്നെ അതെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഒരു പ്രാർത്ഥനയോടെ പറഞ്ഞു. അപ്പം 3 പ്രാർത്ഥനയായി. എത്ര പ്രാർത്ഥനയായി? ഒന്നാമത് പറഞ്ഞ് ദണ്ഡിപ്പിക്കരുത്, രണ്ടാമത് പറഞ്ഞ് പന്നികളിൽ കയറണം, മൂന്നാമത് ഈ പട്ടണത്തിൽ തന്നെ ഞങ്ങൾക്ക് താമസിക്കണം. 3 പ്രാർത്ഥനകളും പിശാചിൻ്റെ 3 ആവശ്യങ്ങളും ദൈവം അംഗീകരിച്ചു, സമ്മതിച്ചു. അടുത്ത 4-ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ പ്രാർത്ഥന മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. നമുക്ക് ആ നാട്ടിൽ കുറേ പുള്ളികളുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് നോക്കാം. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. ഒരു പ്രാർത്ഥന അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങി. ചിലരൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങളൊരു പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോ, പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോ, പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോ. അവർ ഞങ്ങളെ ഈ യേശുവിനോട് പ്രാർത്ഥിച്ച നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അപ്പുറത്ത് പട്ടണ നിവാസികൾ എല്ലാവരും കൂടെ. അപ്പോൾ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകണം, ഞങ്ങളുടെ പട്ടണം വിട്ട് യേശു പോകണം. അതാണ് അർത്ഥ പ്രാർത്ഥന. അത് യേശുവുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. കർത്താവേ, നീ ഇവിടെ ശരിയാവില്ല,
ഞങ്ങളുടെ പട്ടണം വിട്ട് പോകണം എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അവർക്കറിയാം ഇത് പെട്ടെന്ന് ചിലപ്പോൾ നടക്കൂല, കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി തരേണ്ടത് യേശുവാണ്. പക്ഷേ യേശു ഞങ്ങളെ വിട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം എടുക്കും, പക്ഷേ ഞങ്ങൾ നിർത്തൂല. ഞങ്ങൾ യേശുവിനോട് തന്നെ യേശു ഞങ്ങളെ വിട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിനോട് തന്നെ യേശു ഞങ്ങളെ വിട്ട് പോകണം, അതിർ വിട്ടു പോകണം, വിട്ടു പോകണം, വിട്ടു പോകണം, വിട്ടു പോകണം, വിട്ടു പോകണം എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന തുടങ്ങി വെച്ചു. ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ആ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആരംഭിച്ചു ഒരു പ്രാർത്ഥന. ചില വിഷയത്തിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിച്ച് തുടങ്ങണം. പ്രാർത്ഥിച്ചിട്ട് അപ്പം മറുപടി കിട്ടിയില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങണം. പ്രാർത്ഥന അവർ തുടങ്ങി. അപ്പോൾ അവർ തുടങ്ങി അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ നാട്ടുകാർക്ക് യേശുവിനെ വേണ്ട, ആ പ്രദേശനിവാസികൾക്ക് യേശുവിനെ വേണ്ട. അവരും അപേക്ഷിച്ചു. അവർ വിരട്ടിയെന്നല്ല, അവർ ഉപദ്രവിച്ചുവെന്നല്ല, അവർ വന്നിട്ട് തെറി വിളിച്ചു എന്നല്ല, അപേക്ഷിച്ചു. അവരും പ്രാർത്ഥിച്ചു, ഞങ്ങളെ വിട്ടു പോണേ, ഞങ്ങളെ വിട്ടു പോണേ. കർത്താവ് ആ പ്രാർത്ഥനയും കേട്ടു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ യേശു അവിടെ നിന്നോ? ഇല്ല, കർത്താവ് പടക് കയറിപ്പോയി. അപ്പോഴത്തേക്കാണ് ഇവൻ കൂടെ വരട്ടെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ കർത്താവ് ആ നാട്ടുകാരുടെ പ്രാർത്ഥനയും കേട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ദൈവം കള്ളൻ്റെ പ്രാർത്ഥന മാത്രമല്ല കേട്ടത്, നാട്ടുകാരൻ ഞങ്ങളെ വിട്ട് പോകണമെന്ന് അപേക്ഷിച്ച പ്രാർത്ഥനയും കേട്ടു. പക്ഷെ ഒരു കാര്യം, താൻ വന്ന കാര്യം നടത്തിയിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇന്ന് പകൽ സമയത്തിൽ ആരൊക്കെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ യേശു കർത്താവ് ആ വീട്ടിൽ വരരുതെന്ന് പ്രാർത്ഥിച്ചാലും, ആരൊക്കെ യേശു ആ വീട്ടിൽ അത്ഭുതം ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചാലും, ആരൊക്കെ ആ ശരീരത്തിൽ നിന്ന് യേശു ആ രോഗത്തെ എടുത്ത് മാറ്റരുതെന്ന് എതിരായിട്ട് പ്രാർത്ഥിച്ചാൽ, ഒന്ന് ചെവിയിലെന്നുള്ള മനസ്സിലാക്കിക്കോ, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ അവൻ എന്തിനു വേണ്ടിയിട്ടാണോ വീട്ടിൽ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ശരീരത്തെ തൊട്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ വന്നത്, ആ കാര്യം നടത്തിയിട്ട് മാത്രമേ അവൻ കടന്നു പോകത്തുള്ളൂ. അവൻ ആ കാര്യം ചെയ്തിട്ട് മാത്രമേ ആ പ്രദേശം വിട്ട് പോകത്തുള്ളൂ. അതെത്ര മഴയെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, എത്ര എതിരാളികളുള്ള പ്രദേശമെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, എത്ര പ്രതികൂലമുള്ള ദേശത്തിൻ്റെ ആധിപത്യങ്ങളുള്ള സ്ഥലമെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. യേശു കർത്താവ് ഒരു പട്ടണത്തിൽ വന്നുവെങ്കിൽ, യേശു കർത്താവ് ഹല്ലേലൂയ കാഞ്ഞിരംകുളത്ത് ചെല്ലുന്നുവെങ്കിൽ, യേശു ചെമ്പൂര് പോകുന്നുവെങ്കിൽ, യേശു ആമേൻ മഹാരാഷ്ട്രയിൽ പോകുന്നുവെങ്കിൽ, യേശു കർത്താവ് തന്നെ ഭക്തന്മാരെ എവിടെയെങ്കിലും ഒക്കെ അയക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒന്നുണ്ട്, യേശു കർത്താവ് കൂടെ പോയി അത്ഭുതത്തെ ചെയ്യാം. അമ്മേൻ. നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിൻ്റെ പ്രസൻസ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ദുഷ്ടശക്തികൾക്കും അതിനെ മാറ്റിവിടുവാൻ കഴിയത്തില്ല. അവൻ പോകും, പക്ഷേ അവൻ വന്ന കാര്യം നടത്തിയിട്ട് മാത്രമേ അവൻ തിരിച്ചു പോകത്തേ ഉള്ളൂ. എന്നോടൊപ്പം ചേർന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ അടിച്ചു പറ, എൻ്റെ നാഥൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്നാത്തിനാ വിളിച്ചത്, എന്തിനു വേണ്ടി വിളിച്ചോ ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടേ അവൻ പോകത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. ശൈത്താനെ ദണ്ഡിപ്പിച്ചില്ല, പന്നികളിൽ കയറാൻ അനുവാദം കൊടുത്തു, ആ പട്ടണത്തിൽ താമസിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു. ആകയാൽ നാട്ടുകാരുടെ പ്രാർത്ഥന ഞങ്ങളെ വിട്ട് പോകണം. യേശു പടക് കയറി കൃത്യമായിട്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് പോയി. 4 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു, 4 പ്രാർത്ഥനകൾ ഫലിച്ചു. ഇനി അടുത്ത ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഫലിക്കാത്ത പ്രാർത്ഥന, നടക്കാത്ത പ്രാർത്ഥന. വായിക്കാം. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൊ യേശു എന്താ പറഞ്ഞേ? യേശു അവനെ അനുവദിച്ചില്ല. ബാക്കിയല്ല ഓക്കെ, ഇത് വേണ്ട, നീ എൻ്റെ കൂടെ വരണ്ട. അപ്പൊ നമ്മുടെ മനസ്സിലാകത്തൊരു സംശയം, ഈ സാത്താന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം എൻ്റെ നാഥൻ കേട്ടു, ഈ പാവപ്പെട്ട പയ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന മാത്രം കർത്താവ് കേട്ടില്ലല്ലോ. കർത്താവ് ഇതൊന്നും ശരിയല്ല അല്ലേ? മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കും. അവനെല്ലാവരും വട്ടനെന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കൈ കഴുകി അവനെ അടിച്ച് സൂപ്പാക്കി ഒക്കെ നോക്കിയിട്ട് ശരിയായില്ല. പിന്നെ അമ്മമാരെ വരട്ടാൻ തുടങ്ങി.
കുറച്ചു കാലം കഴിയുമ്പോൾ യുവമാർ ആ ഏരിയയിൽ ഒരു പേടി സ്വപ്നമായിട്ടത്. അവനിപ്പോൾ നല്ലവനായി, അവനിപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാനും കൂടെ സുവിശേഷ വേലയ്ക്ക് വന്നോട്ടെ, ഞാനും കൂടെ വരട്ടെ കർത്താവേ. അപ്പോൾ വേണ്ട വേണ്ട വേണ്ട, അപേക്ഷ കേട്ടില്ല. അപ്പം മറ്റുള്ളവരുടെ അപേക്ഷ കേൾക്കാനുള്ള കാരണം എന്തായിരിക്കും? നമുക്കിപ്പോൾ ഇത് കേട്ടില്ല, അതങ്ങ് നിൽക്കട്ടെ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ സാത്താന്മാരുടെ അല്ലെങ്കിൽ ഭൂതത്തിൻ്റെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം ചുരുക്കി പറയാം. 6000 ഭൂതമുണ്ടായിരുന്നു. 6000 ഭൂതം. 6000 ഭൂതം. 6000 ഭൂതം. 6000 ഭൂതത്തിൻ്റെയും തീരുമാനം ഒന്നായിരുന്നു. എവിടെ? ഒരാൾ പട്ടിയിൽ കയറണമെന്ന് പറഞ്ഞില്ല, വേറൊരാൾ കരിമ്പൂച്ചയിൽ കയറണമെന്ന് പറഞ്ഞില്ല, വേറൊരാൾ പനയുടെ മേളിൽ പോകണമെന്ന് പറഞ്ഞില്ല, വേറൊരാൾ ആലിൻ്റെ ചുവട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ല, വേറെ ആൾ അവിടുത്തെ കാണിക്കപ്പെട്ടി പോകണമെന്ന് പറഞ്ഞില്ല, വേറെ ആൾ പശുവിൽ കയറണമെന്ന് പറഞ്ഞില്ല, വേറെ ആൾ എന്താ മറ്റേ കാലം വരുന്ന സാധനം ഉണ്ടല്ലോ പോത്തിൻ്റെ മേളിൽ കയറണമെന്ന് പറഞ്ഞില്ല. പലരും പലതും പറഞ്ഞില്ലെന്ന്. എല്ലാവരും ഒറ്റ തീരുമാനം, പന്നി. വലിയ കാര്യമാണത്. നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ 4 പേരാണ്. 4 പേര്. 4 പേരും അത്യാവശ്യം പ്രായപൂർത്തിയായാൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ പെടുന്ന പാട് നിങ്ങൾക്കറിയാം. ഭർത്താവ് ഒന്ന് പറയും, ഭാര്യ വേറൊന്ന് പറയും, പിള്ളേർ വേറൊന്ന് പറയും. ആകപ്പാടെ സ്തോത്രം. പിന്നെ ചായ എടുത്തെറിഞ്ഞു, പിന്നെ മിച്ചറെടുത്തെറിഞ്ഞു, പിന്നെ അങ്ങോട്ട് ഞാൻ ഈ വീട്ടിലേ വരൂലേ ഇല്ലേ. എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ ഇവരുടെ പ്രാർത്ഥന പെട്ടെന്ന് ബലിച്ചത്? കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഡെഫിനിഷൻ കൊടുത്ത 2 പേർ എൻ്റെ നാമത്തിൽ ഐകമത്യപ്പെട്ട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാം. പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ വേർഡാണ് ഐക്യത എന്ന് പറയുന്നത്. ഏത് പ്രാർത്ഥനയുടെ മധ്യത്തിലേക്കാണ് എങ്കിലും ഐക്യതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ വളരെ വേഗത്തിൽ ആ പ്രാർത്ഥനകൾക്കൊരു മറുപടി കിട്ടും. ഒന്ന് കൈയടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഐക്യത അത് മാത്രം എടുക്കുക. അത് ഭൂതത്തിൻ്റെ പ്രാർത്ഥനയും ആരോ ആയിക്കൊള്ളട്ടെ, എങ്കിലും നമുക്കത് ചിന്തിക്കുവാനായി സാധ്യതകളുണ്ട്. ആ സാത്താന്യ ശക്തികൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞു. അവർ ഒത്തൊരുമിച്ച് ഒരു തീരുമാനത്തിൽ 6000 പേര്, 2-3 ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല അവിടെ. 2-3 പേർ പിണങ്ങിപ്പോയില്ല. കർത്താവ് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെയും തന്നെ അങ്ങനെയൊന്നുമില്ല. അവർ ഐക്യതയോടെ പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ മതി. വേറൊരാൾ പറഞ്ഞു എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അപ്പുറത്ത് പോകണം, ഇപ്പുറത്ത് പോകണം. പലയിടത്തായിട്ട് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത്. എല്ലാവരും ഞങ്ങൾ ഇവിടെ തന്നെ ദണ്ണിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. ഒത്തൊരുമിച്ച് തീരുമാനമെടുത്ത്. വേണമെങ്കിൽ 2 പറയാം, കർത്താവ് ദണ്ണിപ്പി, നമുക്ക് തിരിച്ചടിക്കാം അല്ലേ? സാധാരണ വീടുകളിലതല്ലയോ? എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരുത്തൻ ചാടി ഇറങ്ങും, ബാക്കിയുള്ളവരാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ഈ സാത്താന്മാർക്ക് ഒരു 5 ചാടി കൂടി. കർത്താവ് വന്ന് ഞങ്ങളെ ദണ്ണിപ്പിക്കാം, എങ്കിലും നോക്കട്ടെ. ഇല്ല, ഒത്തൊരുമിച്ച് പറഞ്ഞു ഞങ്ങൾ ദണ്ണിപ്പിക്കരുത്. ഐക്യത. എടുത്ത തീരുമാനങ്ങളെല്ലാം 6000 പേരും ഒറ്റ മനസ്സോടെ. ഇന്ന് പകൽ സമയം ദൂത് പറഞ്ഞതിന് അവസാനം ആമേൻ അടുത്ത ഭാഗത്തിലേക്ക് വെക്കോട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. നിങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. പല അനുഗ്രഹങ്ങൾക്കും തടസ്സപ്പെടാനുള്ള കാരണം അനൈക്യതകൾ. നിങ്ങൾ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഭിന്നതകൾ മാത്രമായിരിക്കുകയാണ്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരായിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസം പുറമേ പറഞ്ഞില്ലെങ്കിൽ മനസ്സിനകത്ത് അസൂയയും ഞാനെന്നുള്ള ഭാവവും ഇതെല്ലാം വെച്ചുകൊണ്ട് പലപ്പോഴും അംഗീകരിക്കുവാൻ കഴിയാതെ ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെ സമ്മതിച്ചു കൊടുക്കുവാൻ കഴിയപ്പെടാതെ ഭിന്നത കൊണ്ട് നടക്കുന്ന നിമിത്തം പല പ്രാർത്ഥനകളും തടസ്സപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ആലയം വിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി പോകണം. ഞങ്ങൾ ഐക്യതയോടെ ഇരുന്ന് ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരേ മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കാനല്ല വന്നത്, ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കാനാണ് വന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്, അതുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അനൈക്യതകളെ ശാസിച്ചൊതുക്കണം.
ഐക്യത വേണം. ഒരുപക്ഷേ എവിടെയെങ്കിലും ഒരു അനൈക്യത വന്നുവെങ്കിൽ ഇന്ന് ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്റെ ഹെഡ് വെയിറ്റ് എല്ലാം വിട്ടിട്ട് ആമേൻ അനൈക്യതയുടെ വരാതിരിപ്പാൻ ആ കരത്തിലൊന്ന് ഈ കോമ്പൗണ്ടിന് മുമ്പ് തന്നെ പിടിച്ചു വെച്ച് നീ പോകണം. യേശു കർത്താവ് ആമേൻ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വേണ്ടിയിട്ട് ആമേൻ ഒരുമിച്ചിരുന്ന സമയത്തിലേക്ക് നിങ്ങളിൽ വലിയവനാര് എന്ന് ചോദിച്ച സമയത്തിലേക്ക് കർത്താവ് വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ആമേൻ തുവർത്ത് കൊണ്ടുവന്നു, ആമേൻ ബേസിൻ കൊണ്ടുവന്നു, വെള്ളം കൊണ്ടുവന്നു. പക്ഷെ കാല് കഴുകാനായിട്ട് ആർക്കും മനസ്സ് വന്നില്ല. ഒരിച്ചിരി താണ് കൊടുക്കാൻ ആർക്കും മനസ്സ് വന്നില്ല. ഒരിച്ചിരി ക്ഷമിച്ചു കൊടുക്കാനായിട്ട് ആരും മനസ്സ് വന്നില്ല. എല്ലാവരും ഹുങ്ക് പിടിച്ച് മസിൽ പിടിച്ച് ഒക്കെ നിന്നു. പക്ഷെ യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിച്ചു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആമേൻ ഇതുപോലെയാകുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കാലുകൾ ഓരോന്നായിട്ട് കഴുകിയപ്പോൾ ആമേൻ ലോകത്തിലെ വലിയ വലിയ നേതാക്കന്മാർക്ക് അവനൊരു മാതൃകയായി തീർന്നു. ഇന്ന് കൂട്ടത്തിന്റെ മധ്യത്തിൽ നേതാക്കന്മാരുണ്ട് എങ്കിൽ മറക്കരുത്, ശിഷ്യഗണത്തിന്റെ കാല് കഴുകാൻ മനസ്സുണ്ടോ? ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തനാ. സ്തോത്രം. ഞാനെന്നുള്ള ഭാവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ കഴിവുകളെയും നമ്മുടേതായിട്ടുള്ള പദവികളെയും നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ ശാരീരിക നന്മകളെ മാറ്റിവെച്ചിട്ട് ഒരു എളിയവൻ്റെ അടുക്കലേക്ക് ഒരല്പം ക്ഷമ കാണിക്കുവാൻ, ഒരല്പം ക്ഷമിച്ചു കൊടുക്കുവാൻ, ഒരല്പം താണു കൊടുക്കുവാൻ, ഒരല്പം വിനയപ്പെട്ടു കൊടുക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ അനൈക്യതകൾ മാറിയിട്ട് അവിടെ ഒരു ഐക്യത വരും. ഐക്യത വരപ്പെടുമ്പോൾ അവിടെ ഒരു ഉയർച്ച വരും. ഒരു ഉയർച്ച വരപ്പെടുമ്പോൾ അതൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാകും. രണ്ട് കരങ്ങളെ അടിച്ച് ചില കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക, ചില സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക, ചില സുഹൃത്തുക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക, ചില ദേശങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക. പിശാചിന് നന്നായിട്ട് അറിയാം എവിടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാൻ കഴിയും. നിങ്ങളെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സൈത്താന് ജയിക്കാൻ കഴിയത്തില്ല. പിശാചിന് ജയിക്കണമെങ്കിൽ അവിടെ ഭിന്നത സൃഷ്ടിക്കണം. അവിടെ ഭിന്നത സൃഷ്ടിച്ചാൽ മാത്രമേ സൈത്താന് ജയിക്കുവാനും നിങ്ങളെ തോൽപ്പിക്കുവാനും കഴിയത്തുള്ളൂ. ഇന്ന് പകൽ സമയം പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി തോറ്റുകൊടുക്കരുത്. അനൈക്യത ജനിക്കാൻ അനുവദിക്കരുത്. അനൈക്യത വരുവാൻ അനുവദിക്കരുത്. ഇന്ന് ചിലരോട് ക്ഷമിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി നിന്റെ അനുഗ്രഹത്തെ ശൈത്താൻ തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ ആമേൻ അവൻ്റെ തന്ത്രങ്ങളെ ശാസിച്ചമർത്തുക. സമം നീ നിന്റെ കുടുംബാംഗങ്ങളോട് ക്ഷമിച്ച്, നിന്റെ സുഹൃത്തുക്കളോട് ക്ഷമിച്ച്, നിന്റെ മേലുദ്യോഗസ്ഥരോടോ കീഴുദ്യോഗസ്ഥരോടോ നിന്റെ സുഹൃത്തുക്കളോടോ നിന്റെ ദേശത്തിലുള്ളവരോടോ സഹകരിക്കുന്ന വ്യക്തികളോടോ ഒന്ന് ക്ഷമിച്ചിട്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിനക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. കർത്താവിന് നിർബന്ധമാണ് രണ്ടുപേർ ഐകമത്യപ്പെടണം. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവിടെ ഞാൻ വരണമെങ്കിൽ ആ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് വരണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലേക്ക് അനൈക്യതകൾ കടന്നു വന്നിട്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകൾ മാത്രം ഒതുങ്ങിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിനെ ശാസിക്കുന്നു. ആ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ രൂപപ്പെടട്ടെ. സ്തോത്രം. യെസ്. ആ നാട്ടുകാരും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്താ നാട്ടുകാരുടെ പ്രാർത്ഥന? മർക്കോസ് 5:17. അപ്പോൾ അവൻ അവരോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. നാട്ടുകാർക്കും ഭിന്നാഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായം. നാട്ടുകാർ 200-300 പേര് ഒരുമിച്ച് കൂടി, അവർക്കെല്ലാം ഒറ്റ അഭിപ്രായം. ഒരുത്തൻ പറഞ്ഞു അല്ല അവിടെ ഇതിൽ നിന്നാ കുഴപ്പമെന്താ നിൽക്കട്ടെ. വേറൊരുത്തൻ പറഞ്ഞു ഇല്ല നമുക്ക് അങ്ങോട്ട് അടി കൊടുക്കാം, നമുക്ക് അങ്ങോട്ട് അദ്ദേഹത്തിനെതിരായിട്ട് പോസ്റ്ററുകളൊക്കെ പതിപ്പിക്കാം, നമുക്ക് വാട്സപ്പിലൂടെ കുറേ അദ്ദേഹത്തെ നാറ്റിച്ച് കളയാം. അങ്ങനെ പല അഭിപ്രായങ്ങളും. ഒറ്റ അഭിപ്രായം, ഞങ്ങൾ അതിർ വിട്ടു പോകണം. ഒറ്റ അഭിപ്രായം. ഞങ്ങൾക്ക് 200 പേർക്കും ഒരേ അഭിപ്രായം, പോയാൽ മതി യേശോപ്പ, പോയാൽ മതി. ഐക്യതയോടെയുള്ള പ്രാർത്ഥന. അവർ ഒത്തൊരുമിച്ച് എടുത്ത തീരുമാനം ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് യൗവനക്കാരൻ്റെ പ്രാർത്ഥന ഫലിച്ചില്ല? അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. ബ്രദർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കേട്ടു. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. അപ്പോൾ അതുകൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ചാലേ
ശരിയാകത്തേ ഉള്ളൂ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, അതെ, മർക്കോസ് സുവിശേഷം 5:18. അവൻ പടകഴിയേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവർ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് ചെയ്തു. 5:18 നമ്മൾ പോകുന്ന സമയത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അവനോട് തങ്ങളുടെ അതിർവെല്ലിൽ അവൻ പടകയറുമ്പോൾ ഭൂതഗ്രസ്തനായിട്ട് ഞാനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. യേശു വീണ്ടും പടകേറി ഇക്കരെ വന്ന് കടലിലിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു. ക്രിസ്തു പോവുകയാണ്, യാത്ര അയക്കുന്നു കർത്താവിന്. നാട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് യേശു പോവുകയാണ്. പോകാൻ വേണ്ടിയിട്ട് ഓടി വന്ന സമയത്തിലാണ് ഈ യൗവനക്കാരൻ വന്നു. ഞാനും കൂടെ വരട്ടെ പറഞ്ഞു. വേണ്ട 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 വേണ്ട. കർത്താവ് അനുവദിച്ചില്ല. ചില പ്രാർത്ഥനകൾ ഫലിക്കത്തില്ല. ചിലരുടെ പ്രാർത്ഥനകൾ ഫലിക്കത്തില്ല. യേശുവിന് അവിടെ നിന്ന് പോകണമെന്നുള്ള നിർബന്ധം. പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല, കാരണം മറ്റു പുള്ളികളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു ഞങ്ങളെ വിട്ടുപോകും. പക്ഷെ കർത്താവ് അങ്ങനെ പോകുമോ? ഒരു പട്ടണത്തിൽ ചെന്ന് കാലി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടേ പോകും. ദക്കപ്പൊലി നാടെന്ന് പറയുമ്പോൾ 10 പട്ടണങ്ങളുണ്ട്. മീൻസ് 10 പഞ്ചായത്ത് എന്ന് സപ്പോസ് വെച്ചോ, 10 പഞ്ചായത്ത്. അപ്പോൾ വലിയൊരു താലൂക്ക് പോലെയുള്ള സ്ഥലം. ഈ താലൂക്കിലാണ് നമുക്ക്, ഫോർ എക്സാമ്പിൾ, നമുക്ക് കാട്ടാക്കട താലൂക്കിനെ തന്നെ എടുക്കാം. കാട്ടാക്കട താലൂക്കിലാണ് കർത്താവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാട്ടാക്കട താലൂക്കുകാരെല്ലാവരും കൂടെ പറഞ്ഞു വേണ്ട 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 കർത്താവ്. പക്ഷെ അങ്ങനെ പോകുന്നവനല്ല. ഞാൻ കാട്ടാക്കടയും കൊണ്ടേ പോകത്തുള്ളൂ. കാട്ടാക്കടയിൽ എൻ്റെ ഒരു പ്രവൃത്തി നടക്കാനുണ്ട്. കാട്ടാക്കടയിൽ ഒരു അത്ഭുതം നടക്കണം. കാട്ടാക്കടയിൽ ഒരുപാട് പേര് ഇനി രൂപാന്തരപ്പെടണം. ഒരു ഭൂതഗ്രസ്തനല്ലയോ ഇപ്പോൾ രൂപാന്തരപ്പെട്ടതേ ഉള്ളൂ. ഇനി ഒത്തിരി ഭൂതഗ്രസ്തന്മാർ സ്വതന്ത്രമാകണം. ഇനി ഒത്തിരി ഭൂതഗ്രസ്തന്മാർ സൗഖ്യം പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല. ഒന്നാമത് ഞാൻ പറയാം, ഈ പ്രാർത്ഥന ഫലിക്കാത്തതിൻ്റെ കാരണം യേശു കർത്താവ് യവനെ കൂടെ കൊണ്ടുപോകുമ്പോൾ, യേശുവിനവിടെ നിൽക്കാൻ പറ്റത്തില്ല, യവനെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ കാട്ടാക്കട പട്ടണം അനാഥമാകും. 2, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാലട്ടെ ഇവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടില്ല എന്ന് പറയും. മാത്രമല്ല ഈ പട്ടണത്തിൽ 10 പട്ടണങ്ങളുടെ പ്രദേശം, ദക്കപ്പൊലി എന്ന് പറയുന്ന പ്രദേശത്തിൽ, സ്തോത്രം ഒരിക്കൽ കൂടി ഞാൻ പറയാം, യേശുവിൻ്റെ കൂടെ ഇവൻ പോകുന്നുവെങ്കിൽ ഇവനൊരു പരിധിയുണ്ട്. പക്ഷേ യേശു കർത്താവ് ആ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം, നിന്നെ ഇതുവരെ നിന്ദിച്ച ഈ ദക്കപ്പൊലി പട്ടണം, ഇതുവരെ നിന്നെ നശിപ്പിച്ച ഗദരദേശം, ഇതുവരെ നീ ഭൂതം പിടിച്ചവനെന്ന് പറഞ്ഞ പ്രദേശത്തിൽ എനിക്ക് നിന്നെ അങ്ങോട്ട് ഉയർത്താനായിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ തടസ്സപ്പെടുന്നതിൻ്റെ കാരണം ദൈവത്തിന് ചില നഷ്ടപ്പെട്ടു പോയ നന്മകൾ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഭൂതഗ്രസ്തനെ യേശു കൊണ്ടുപോകാത്തതിന് ഒരു കാരണമുണ്ട്. ആ ഭൂതഗ്രസ്തനെ ദക്കപ്പൊലി നാട്ടില് ഒരു അത്ഭുതമായിട്ട്, ഒരു സാക്ഷിയായി ദൈവത്തിന് അവനെ പ്രയോജനപ്പെടുത്താനുള്ളത് കൊണ്ട് തന്നെ കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടില്ല. അതിനേക്കാളും വലിയൊരു പദവി ദൈവം ദക്കപ്പൊലി നാട്ടിൽ ഭൂതഗ്രസ്തന് കൊടുത്തു. ചില പ്രാർത്ഥനകൾ ഫലിക്കാത്തതിൻ്റെ കാരണം നീ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ പദവി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവൻ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അവനൊരു പരിധിയുണ്ട്. പക്ഷേ യേശു കർത്താവ് അവൻ്റെ മേലൊരു അഭിഷേകം കൊടുത്ത് ആ പട്ടണത്തിൽ നിർത്തിയപ്പോൾ അവൻ്റെ വളർച്ച വളരെ വലുതായിരുന്നു, അവൻ്റെ ഉയർച്ച വളരെ വലുതായിരുന്നു. ചില പ്രാർത്ഥനകൾ ഫലിക്കാത്തത് നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള കർത്താവ് നീ ആഗ്രഹിച്ചതിനേക്കാളും വലിയ പദവി തരാൻ വേണ്ടിയിട്ടാണ്, വലിയ അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്, വലിയ നന്മകൾ തരാൻ വേണ്ടിയിട്ടാണ്. നീ ഒരുപക്ഷെ പുറകെ നടക്കുന്ന ഒരു ശുശ്രൂഷ ആഗ്രഹിച്ചുവെങ്കിൽ ദൈവം നിനക്ക് തരാൻ പോകുന്ന പുറകെ നടക്കുന്നതല്ല, ഒരു പട്ടണത്തിന്റെ പാസ്റ്ററാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാ.
ഏതെങ്കിലും ചില പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നിരാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനേക്കാളും വലിയ നന്മ ദൈവം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതിനേക്കാളും വലിയ അനുഗ്രഹം ദൈവം തരാൻ വേണ്ടിയിട്ടാണ്. അതിനേക്കാളും വലിയ ഉയർച്ചകൾ ദൈവം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതിനേക്കാളും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ചില പ്രാർത്ഥനകൾ ഫലിക്കാണ്ടിരിക്കുന്നത്. ആത്മീകമായി കുറച്ച് വളർന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പട്ടണത്തിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ആയുധമെന്ന് പറയുന്നത് യവനാണ്. യവനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണെന്നേ. വായിച്ചില്ലേ? അതുവഴി പോണവരെല്ലാവരെയും ഓട്ടിക്കും. വട്ടനായിരുന്ന സമയത്ത് എല്ലാവരെയും ഉപദ്രവിക്കും. പെട്ടെന്നൊരുത്തം വന്ന് ഇങ്ങോട്ട് അടുക്കൂല. സാധാരണ ചില പട്ടണക്കാർക്ക് ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വരട്ടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം അവർ എന്നറിയാൻ ഓടും. അതിൽ കാരണം അവർക്ക് ഒരു കന്നത്തടിച്ചാൽ മറ്റേ കന്നം കൂടെ കാണിച്ചു കൊടുക്കണം. തിരിച്ച് കൈയുയർത്താൻ പാടില്ല. കർത്താവ് സഹികെട്ടിട്ട് പത്രോസിൻ്റെ വാളെടുത്തപ്പോൾ കർത്താവ് ഷൗട്ട് ചെയ്തു, മിണ്ടരുത്. അതോടുകൂടി പിന്നെ ഈ വാളെടുപ്പ് പരിപാടിയെല്ലാം ദൈവാസന്മാരെ നിർത്തി. കർത്താവ് കൂടെ നിൽക്കൂല. അപ്പം അതുകൊണ്ട് ഓടെന്ന് പറയുമ്പോൾ ഓടും, ഇരിയെന്ന് പറയുമ്പോൾ ഇരിക്കും, എണീക്കെന്ന് പറയുമ്പോൾ എണീക്കും. എല്ലാവർക്കും പന്തടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ദൈവദാസന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിനറിയാം, യവനാവുമ്പോൾ പെട്ടെന്ന് വലിയ ആക്രമണമൊന്നും വരില്ല. ഈ പട്ടണ നിവാസികളെല്ലാം കൂടെ എന്നെ ഓട്ടിച്ചു വിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട ഒരു വ്യക്തിയെ ഞാനിവിടെ പിടിച്ച് പാസ്റ്ററാക്കി കഴിഞ്ഞാലിട്ട് അവൻ്റെ ഗതി അധോഗതിയായിരിക്കും. അതിനേക്കാളും പറ്റിയത് ഇവനെ എല്ലാവർക്കും അറിയാം. ഇവൻ്റെ ശക്തി എത്രത്തോളമായിരുന്നെന്നറിയാം. ഇവൻ ആരായിരുന്നു എന്നറിയാം. ആ പട്ടണത്തിൽ നിന്ന് ഒരുത്തനെ എടുത്തിട്ട് അവനെ അഭിഷേകം ചെയ്ത് അവൻ്റെ മേൽ കൃപ കൊടുത്ത് അവൻ്റെ മേൽ വരം കൊടുത്ത് അവനെ ആ പട്ടണത്തിൽ അങ്ങോട്ട് നട്ടു വച്ചു കഴിഞ്ഞാൽ അവനിലൂടെ ദൈവിക പദ്ധതികൾ നടക്കും. എൻ്റെ നാഥൻ ഗദരദേശത്ത് കാല് ചവിട്ടിയെങ്കിൽ വെറുതെ പോകത്തില്ല. ഒരു വിത്തിനെ അവിടെ ഇട്ടേച്ച് പോകുകയാണ്. ഒരു സുവിശേഷകനെ അവിടെ ഉയർപ്പിച്ചിട്ട് പോകുകയാണ്. ഒരു വ്യക്തിയെ ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുവാൻ, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഒന്നിനെ കൊണ്ട് പോകുന്നുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ആമേൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില ദേശത്തിൽ ഒരു ഭവനത്തിൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്തത് ആ ഭവനത്തിന് വേണ്ടി മാത്രമല്ല, ആ ദേശത്തിന് വേണ്ടിയിട്ട് ദൈവം ചിലതിനെ എഴുന്നേൽപ്പിച്ചതാണ്. ആ പട്ടണത്തിന് വേണ്ടിയിട്ട് ദൈവം ചിലതിനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്നെ കേട്ടു ിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ ചില സൗഖ്യം തന്നത്, നിന്റെ സുബോധത്തിലേക്ക് അവൻ കൊണ്ടുവന്നത്, നിന്റെ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് നിന്റെ മാത്രം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ദേശത്തിന് വേണ്ടിയിട്ട്, നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നിന്റെ നാട്ടുകാർക്ക് വേണ്ടി, നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അനേക പിശാചിന് അടിമപ്പെട്ട് കിടക്കുന്ന, അനേക പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന, അനേക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന അനേക വ്യക്തികളുടെ രൂപാന്തരത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട് യേശു ചിലരുടെ കുടുംബങ്ങളിൽ ചില അത്ഭുതങ്ങളെ ചെയ്തത്. ദേശത്തെ ഭൂതം ബാധിച്ചവന് സൗഖ്യമാക്കിയതോടുകൂടി തെക്കപ്പലി നേട്ട് നാട് മുഴുവനും സ്വതന്ത്രമാകുകയാ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക. അവർ പുതുഭാഷകൾ സംസാരിച്ച് മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ദൈവവചനപ്രകാരം തന്നെ അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ, അനേക ഭൂതത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ സ്വതന്ത്രമാക്കുവാൻ ഗദരദേശത്തിലെ ഭൂതം ബാധിച്ച സഹോദരൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. നീ എന്റെ കൂടെ വരാനുള്ളവനല്ല, നീ ഇവിടെ ഇരുന്ന് എന്റെ ഇഷ്ടം ചെയ്യാനുള്ളവനാണ്. ചില പ്രാർത്ഥനകൾ ഫലിക്കാത്തത് ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ചിലരുടെ പ്രാർത്ഥനകൾ ഫലിക്കാത്തത് ദൈവത്തിൻ്റെ ഹിതം നടക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരുടെ പ്രാർത്ഥനകൾ ഫലിക്കാത്തത് നീ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ദൈവം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാണ്ടിരിക്കുന്നത് നീ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് ചെയ്യുവാനുണ്ട്. ആമേ ചിലയിടത്ത് അഡ്മിഷൻ ലഭിക്കാത്തത്, ആമേ ചിലയിടത്ത് പരാജയപ്പെട്ടു പോയത്, ചിലയിടത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ കടന്നു വന്നത്, ചിലർ ബാധ്യതകൾക്ക് അടിമപ്പെട്ടു പോയത്, ചിലർ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയത്, നിന്നെ ഒന്ന് പണിതെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ദൈവത്തിന് നിന്നെ വേണം. നീ ആഗ്രഹിച്ചതിനേക്കാൾ, നീ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിന്നിലൂടെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. വിശ്വസിക്കുന്നവരും മനസ്സിലായവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. കർത്താവേ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചിലത് ഫലിച്ചില്ല എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വന്നില്ല എങ്കിലും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറ്റിരിക്കും.
സ്തോത്രം. ആകയാൽ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, ചില പ്രാർത്ഥനകൾ ഫലിക്കാത്തത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ആ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.